ഇന്നത്തെ ഈ സമരം ഒരു സൂചന മാത്രമാണ്. കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നുള്ളത് വിളിച്ചു കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ലുക്കൌട്ട് നോട്ടീസ് മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ലുക്കൌട്ട് നോട്ടീസ് മാർച്ചിന് ശേഷം വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇന്നത്തെ ഈ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മളൊരു വാർത്ത കണ്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരള സർക്കാർ പുറത്തുവിട്ടു. ഏതാണ്ട് 4.5 വർഷത്തിന് ശേഷം ആണ് ഈ റിപ്പോർട്ട് കേരള ഗവൺമെന്റ് പുറത്തുവിടുന്നത്. ഈ 4.5 വർഷം പല സമരങ്ങളും പല സംഘടനകളും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടി നമ്മുടെ കോൺഗ്രസിന്റെയും പല സംഘടനയിലെയും നേതാക്കന്മാർ പല രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടും ഇത്ര നാൾ ഈ പിണറായി വിജയന്റെ ഈ പോലീസും പിണറായിയുടെ ഗവൺമെന്റും ഈ റിപ്പോർട്ട് പൂർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 2 ദിവസം മുന്നേ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് പുറത്തു വന്നപ്പോൾ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇന്ത്യൻ സിനിമയിലെ, കേരള സിനിമയിലെ എല്ലാ സ്ത്രീ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വിവരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പണ്ട് തിലകൻ പറഞ്ഞതുപോലെ തിലകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ മഹാനടന്മാർ നമ്മളൊക്കെ ആരാധിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും അടക്കം എല്ലാത്തിനും കണ്ണടച്ച് എല്ലാത്തിനും കൈയടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെല്ലാം ഈ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. തിലകനായിരുന്നു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഈ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചിന് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ്